أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يقولون افترى على الله كذبا فإن يشأ الله يختم على قلبك ويمحو الله الباطل ويحق الحق بكلماته إنه عليم بذات الصدور. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സമയത്തും സന്ദർഭത്തിലും നമ്മയൊക്കെ ലോകസൃഷ്ടാവായ നാഥൻ എന്തിനാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു ഒത്തുചേരലിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഏതൊരു പ്രവർത്തനവും റബ്ബിങ്കൽ സ്വീകാര്യമാകുന്നത് അതിൻ്റെ ഉദ്ദേശ്യമനുസരിച്ചാണ്. ഈ മഹത്തായ ഈ സംരംഭം ഇതുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ആഖിറത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രവർത്തനമായി നാഥ നീ സ്വീകരിക്കണമേ. കാരണം മരണത്തോടുകൂടി നമുക്ക് വരാനിരിക്കുന്ന നിത്യമായ ജീവിതം അതില്ലാതിരുന്നുവെങ്കിൽ ഇത്തരമൊരു സമ്മേളനം ഇവിടെ നടക്കുമായിരുന്നില്ല. ഓരോരോ പ്രദേശങ്ങളിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ട് ഈ ദഅവത്ത് പ്രവർത്തനം നടക്കുമായിരുന്നില്ല. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നുവെങ്കിൽ. എന്നാൽ മരണത്തോടുകൂടി യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരാണ് നാം ഓരോരുത്തരും. കേവലം ഒരു വിശ്വാസമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത മുഅ്ജിസത്ത് കൂടിയായ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ അത് ബോധ്യപ്പെടുത്തുന്നു. മഴയാകുന്ന മഹത്തായ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ, കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നാൽ എന്ന് മഴ പെയ്യുമ്പോൾ ചിന്തിക്കേണ്ടവരാണ് നമ്മൾ.
മഴയിലൂടെ നൽകുന്ന അനുഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിൽ 50-ാമത്തെ ആയത്തിൽ നമ്മുടെ ചിന്തയെ തൊട്ടുണർത്തുകയാണ്. ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, അഥവാ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷം ഭൂമിയെ ജീവിപ്പിക്കുന്നത്? വറ്റിവരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ആ മഴയിലൂടെയാണ് ഈ സസ്യലതാദികളൊക്കെ മുളച്ചു പൊന്തി നിൽക്കുന്നത്. ഈ മഹത്തായ അനുഗ്രഹങ്ങൾ ഇവിടെ മുളച്ചു പൊന്താനും കായ്കനികളൊക്കെ നമുക്ക് കിട്ടുവാനും കാരണമായി തീർന്നത് വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക്, അഥവാ മരിച്ചു കിടക്കുന്ന, ഖുർആനിന്റെ അള്ളാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോ എങ്ങനെയാണത് ജീവനുള്ളതായി തീരുന്നത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. അതെ, പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ഇതിന്റെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറ്റിവരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിക്കുന്നു. അങ്ങനെ മഴ പെയ്യിപ്പിക്കുമ്പോൾ ഒരിടത്ത് പറയുന്നത് ഇഹ്തസ്സത് വറബത്, ആ മണ്ണിനൊരു ചലനമുണ്ടാകുന്നു. വറബത്, അത് വളർന്നു പുറത്തേക്ക് വരുന്നു. ആ മണ്ണിലടിയിൽ സംരക്ഷിക്കപ്പെട്ട വിത്ത് വളർന്ന് മുളച്ചു പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ മണ്ണ് ഒന്ന് ഇളകുന്നതിനെ ഖുർആൻ നമ്മോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു പരിശുദ്ധ ഖുർആൻ, അത് പറഞ്ഞതിന് ശേഷം എന്തിനാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട ഈ മഹത്തായ അനുഗ്രഹം? ഇന്ന് ഉച്ചക്ക് നമ്മൾ കഴിച്ച ഭക്ഷണം, ആ ഭക്ഷണം മഴയില്ലെങ്കിൽ ആ ഭക്ഷണമുണ്ടോ? മഴയില്ലെങ്കിൽ നമുക്ക് വെള്ളമുണ്ടോ? മഴയില്ലെങ്കിൽ നമുക്ക് ജീവിതമുണ്ടോ? ഇല്ല. എങ്കിൽ ഇതിനെല്ലാം കാരണമായി തീർന്ന ഈ മഴയാകുന്ന മഹത്തായ അനുഗ്രഹം വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഭൂമിയെ അവൻ ജീവിപ്പിച്ചത് എങ്ങനെയാണ്? ആ ഭൂമി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് അതിനെ ജീവിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന ദാലിക ലമുഹിൽ മൗതാ, അതേപോലെയാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഖബറിലേക്ക് വെച്ചതിന് ശേഷം അവരൊക്കെ രണ്ടാമതും എഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? സംശയമുണ്ടോ? നിങ്ങളുടെ ബുദ്ധിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ വറ്റി വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോ ആ ഭൂമി ജീവനുള്ളതായി തീരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തെയാണ്, മരണാനന്തര ജീവിതത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് മരണാനന്തരം ജീവിപ്പിക്കുക എന്നത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. അഫായിനാ ബിൽ ഖൽഖിൽ അവ്വൽ, അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം ക്ഷീണിച്ചു പോയെന്നാണോ? എന്താണ് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പടച്ചവനാകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ഇനി പടച്ചവനെ കൊണ്ട് സാധ്യമല്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? മനസ്സിൽ തറക്കുന്ന ചോദ്യമാണ് സൂറത്ത് ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്. അതെ, മരണാനന്തര ജീവിതം, ആ സത്യമായ ജീവിതം, സംശയമില്ലാത്ത ജീവിതം, ആ ജീവിതം നമുക്ക് വരാനിരിക്കുന്നു. ആ ജീവിതം ആശ്വാസമല്ലേ? ആ മരണാനന്തര ജീവിതം ആശ്വാസമാണ്, പരലോകം ആശ്വാസമാണ്. അതല്ലേ നമസ്കരിക്കുമ്പോൾ നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യുന്നു. ഫാത്തിഹ ഇല്ലാത്ത നമസ്കാരമുണ്ടോ? സർവ്വ നമസ്കാരങ്ങളിലും നാം നമ്മോട് ഫാത്തിഹ ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ഫാത്തിഹയിൽ നാം പറയുന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സ്തുതി. റബ്ബിന് സ്തുതി പറഞ്ഞുകൊണ്ട് അതിന് ശേഷം കാരണങ്ങൾ പറയുന്നു. ഒന്ന്, റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷകനാണവൻ. എന്തേ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകങ്ങളുടെ രക്ഷകനാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. സർവ്വതിനെയും പോറ്റി പരിപാലിച്ച് കൊണ്ടു നടക്കുന്നത് അല്ലാഹുവാണ്. ആ പടച്ചവൻ റബ്ബാണ് എന്നതിന്റെ പേരിൽ തീർന്നില്ല. അർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമാണവൻ. അളവറ്റ